ഞാനിപ്പോൾ ഇരിക്കുന്നത് ഇടുക്കി ജില്ലയിൽ ഏതാണ്ട് വിമാനത്താവളത്തിന് സമാനമായ ഒരു റൺവേയിലാണ്. 650 NCC കേഡറ്റുകൾക്ക് പരിശീലന പറക്കൽ ലക്ഷ്യമിട്ട് നിർമ്മിച്ച ഈ എയർ സ്ട്രിപ്പ് ഇന്ന് നിർമ്മാണം നിലച്ച അല്ലെങ്കിൽ പ്രവർത്തനം നിലച്ച അവസ്ഥയിലാണ്. ഒരു സംസ്ഥാനത്തെ പൊതുമരാമത്ത് വകുപ്പ് നിർമ്മിച്ച രാജ്യത്തെ ആദ്യ എയർ സ്ട്രിപ്പാണ് സത്രത്തിലേത്. NCC കേഡറ്റുകൾക്ക് പരിശീലനം നൽകുന്നതിന് പുറമെ പ്രകൃതി ദുരന്തങ്ങൾ പതിവായ ഇടുക്കി ജില്ലയിൽ സൈന്യത്തിൻ്റെ രക്ഷാപ്രവർത്തനം അതിവേഗം എത്തിക്കാനും എയർ സ്ട്രിപ്പ് പ്രവർത്തന സജ്ജമാകുന്നതോടെ സാധ്യമാകും. ജില്ലയുടെ വികസനത്തിൽ നിർണായക പ്രാധാന്യമുള്ള ഈ പദ്ധതി തടസ്സങ്ങൾ പരിഹരിച്ച് യാഥാർത്ഥ്യമാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഇതിൻ്റെ അപ്രോച്ച് റോഡായ 1.5 കിലോമീറ്ററിന് ഫണ്ട് അനുവദിക്കുകയും 1 കിലോമീറ്റർ പണി പൂർത്തീകരിക്കുകയും 500 മീറ്റർ പണി തടസ്സം നിൽക്കുന്ന വനം വകുപ്പ് എത്രയും പെട്ടെന്ന് പണി പൂർത്തീകരിക്കാനുള്ള നടപടി വനം വകുപ്പ് അധികൃതർ സ്വീകരിക്കണമെന്നാണ് ഇടുക്കി ജനങ്ങളുടെ ആവശ്യം. വനം വകുപ്പിൻ്റെ ഭൂമിയിലൂടെയാണ് എയർ സ്ട്രിപ്പിലേക്കുള്ള റോഡ് നിർമ്മിക്കുന്നത്. 400 മീറ്റർ റോഡ് നിർമ്മാണം വനം വകുപ്പിൻ്റെ അനുമതിയില്ലാത്തതിനാൽ നിർത്തിവെച്ചിരിക്കുകയാണ്. പെരിയാർ ടൈഗർ റിസർവിന് സമീപത്ത് സ്ഥിതി ചെയ്യുന്ന എയർ സ്ട്രിപ്പ് പൂർണ്ണതോതിൽ പ്രവർത്തന സജ്ജമാകുന്നതോടെ വന്യജീവികളുടെ സ്വൈര്യവിഹാരം തടസ്സപ്പെടുമെന്ന വാദം പരിസ്ഥിതി സ്നേഹികളും ഉയർത്തുന്നുണ്ട്. എയർ സ്ട്രിപ്പിലേക്കുള്ള 400 മീറ്റർ റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കാൻ സർക്കാർ ഇടപെടൽ ഉടൻ തന്നെ ഉറപ്പാക്കേണ്ടതുണ്ട്. ഇടുക്കി ജില്ലയുടെ വികസനത്തിന് തന്നെ പുത്തൻ മുഖമേകുന്ന ഈ പദ്ധതി ഉടൻ തന്നെ പൂർത്തീകരിക്കണം. സത്രത്തു നിന്നും നന്ദുഷായസ്, മാതൃഭൂമി ന്യൂസ്, ഇടുക്കി.